ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേര്യമംഗലം ടൗണിലാണ്. അതിൻ്റെ തൊട്ടിപ്പുറം നേര്യമംഗലം പാലമൊക്കെ സ്ഥിതി ചെയ്യണ അവിടെയായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളൊരു യാത്രയായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇപ്പോൾ ചെറിയ മഴയുടെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടി ഇവിടെ നിർത്തിയേക്കുന്നതാണ്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചിട്ട് പിന്നെ ഇടത്ത് സൈഡിലേക്കുള്ള റൂട്ടിൽ കൂടിയാണ് നമുക്ക് മാമലക്കണ്ടം പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇപ്പം നമ്മളീ കാണുന്നത് പഴയ പാലമാണ്. അതിൻ്റെ ഇടത് സൈഡിൽ പുതിയ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഈ പാലം നല്ല പഴക്കമുള്ള പാലമാണ്. 1935 ഇതിൻ്റെ പണി പൂർത്തിയായത്. പെരിയാറിന് കുറുകെയുള്ള പാലമാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടോ. ഈ പഴയ പാലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന് വീതി ഇപ്പോൾ ഒരു 2 ബസ്സൊന്നും വന്നു കഴിഞ്ഞാൽ കടന്നു പോകാനുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ ഇവിടെ. ഇപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട്, അത് കടന്നു പോകുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു വീതി കുറവുള്ളതിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ എന്തായാലും ഇവിടെ പുതിയ പാലം പണിയുന്നത് ഒരു 4 വരി രീതിയിലാണെന്നാണ് പറഞ്ഞത്. നമുക്കതിൻ്റെ ആ ഒരു വലിപ്പം കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ആ ബസ് കടന്നു വരുമ്പോൾ നോക്കിക്കോണേ, അധികം സ്പേസ് കാണത്തില്ല. ഇത് അത്രയും വർഷം മുമ്പ് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ പണിതുപോലെ തന്നെ സുർക്കി എന്ന് പറയുന്ന ഇത് മിശ്രിതം വെച്ചിട്ടാട്ടോ ഈ പാലമൊക്കെ നിർമ്മിച്ചേക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ 2018 വെള്ളപ്പൊക്കം, അതിന് മുമ്പ് 61 വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അതിലും വലിയ കാര്യമായിട്ടുള്ള ബലക്ഷയമൊന്നും ഈ പാലത്തിനുണ്ടായിട്ടില്ല. ഇതേ ആർച്ച് ഷേപ്പിൽ തന്നെ കേട്ടോ മറ്റേ പുതിയ പാലവും വരുന്നത്. വീതി കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ പാലത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഒരു 4 മാസത്തിനപ്പുറം അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും. എന്തോ ആദ്യത്തെ ഉരുക്ക് നിർമ്മിത പാലം അങ്ങനെ എന്തോ, കേരളത്തിൽ അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ പാലത്തിന്. ഇവിടെയൊക്കെ തൊട്ട് കംപ്ലീറ്റ് ഫോറസ്റ്റ് തുടങ്ങും കേട്ടോ. ഇത് മെയിൻ റോഡാണ്, നാഷണൽ ഹൈവേ 85 കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി. ഇത് നമ്മൾ അവിടെ നിന്ന് ഒരു 200 മീറ്റർ മുമ്പിലിട്ട് വരുമ്പോൾ ഉള്ള ഒരു വളവാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, കാണിച്ചു തരാം. ഇതുണ്ട്, ആ പാലം 1935 പണിതാന്ന് പറഞ്ഞില്ല. ആ സമയത്ത് കേരളത്തിൽ രാജഭരണമായിരുന്നല്ലോ. അപ്പം അന്നത്തെ തിരുവിതാംകൂറിൻ്റെ മഹാറാണിയായിരുന്ന സേതുലക്ഷ്മിഭായിയുടെ കാലത്താണ് ഈ പാലമൊക്കെ നിർമ്മിച്ചേക്കുന്നത്. 10 വർഷം എടുത്ത് നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ സ്മാരകമായിട്ടൊക്കെ ഉള്ളൊരു ഇതാണ് ഇവിടെ. റാണിക്കല്ലെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം അവർ പാലം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ടൈമിൽ റെസ്റ്റ് എടുക്കാൻ അങ്ങനെ എന്ത് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് കറക്റ്റാണോയെന്നറിയില്ല കേട്ടോ. അങ്ങനെ ഒരു ഇത് കണ്ടു. നമ്മളവിടുന്ന് ഒരു 4 കിലോമീറ്ററും കൂടി ഫ്രണ്ടിലോട്ട് വരുമ്പം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ റൂട്ട് കണ്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് മാമലക്കണ്ടം റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ ആ സൈഡിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാർ അടിമാലി സൈഡാണ്. ഇപ്പോൾ ആ KSRTC പോകുന്നത് കോതമംഗലം സൈഡിലേക്കാണ് പോകണം. അപ്പോൾ ഇവിടുന്ന് ഫുള്ള് 25 കിലോമീറ്റർ അകത്തേക്ക് ഫോറസ്റ്റാണ് മാമലക്കണ്ടം വരെ. ഇതാട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ചകളൊക്കെ ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന റോഡും ഫോറസ്റ്റ് ആണെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഫോറസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. പിന്നെ കുറേ വളവുകളും കാര്യങ്ങളും. 25 കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ആയിട്ടോ എടുത്തുള്ളൂ ഫോറസ്റ്റിൻ്റെ വീഡിയോ. കാരണം കംപ്ലീറ്റ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ ബൈക്കിലിരുന്ന് എടുക്കുന്നത്.
ഇത് തീരെ വീതി കുറഞ്ഞ വഴിയാട്ടോ. ഇപ്പോൾ ഇവിടെ ഈ കാറ് വന്നപ്പോൾ കണ്ടോ, നമുക്കതിൽ കടന്നു പോകാൻ പറ്റാത്തൊരു ഈ ബസ് നമുക്ക് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ 25 കിലോമീറ്റർ കഴിയുമ്പോൾ മാമലക്കണ്ടം എത്തും. അവിടുന്ന് പിന്നെ കുട്ടമ്പുഴയ്ക്ക് ഒരു വഴിയുണ്ട്. ആ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സാട്ടോ ഇത്. ഇതിൽ 1-2 ബസ്സെങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ ആ റോട്ടുകൾ പിന്നെ ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്കിങ്ങനെ റിപ്പീറ്റ്, അങ്ങനെ 2 സൈഡും തിക്കായിട്ടുള്ള ഫോറസ്റ്റും അങ്ങനെയുള്ള കാഴ്ചകൾ ഇങ്ങനെ റിപ്പീറ്റ് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്കവിടെ നിർത്താനൊന്നും പറ്റത്തില്ല, കാരണം ചിലപ്പോൾ ഈ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നിർത്തിയില്ല. എന്തായാലും ഏതെങ്കിലും ആൾക്കാരൊക്കെ നിർത്തുന്ന സ്പോട്ടുണ്ടെങ്കിൽ ഒന്ന് നിർത്താമെന്ന് ഓർത്ത് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ കയറ്റം, ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരുന്ന നല്ല കയറ്റമായിരുന്നേ. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഒരു ഹൈറ്റുള്ള ഏരിയയിൽ വന്നു. അവിടെ നിന്നൊരു ഇറക്കി ഇറങ്ങി വരുമ്പോൾ ചെറിയൊരു ജംഗ്ഷനുണ്ട്. ഒരു 2-3 കടകളുണ്ട് അവിടെ. അവിടുന്ന് വീണ്ടും പിന്നെ അതൊരു, നമ്മൾ ആദ്യം കയറി വന്നതൊരു മലയുടെ മുകളിലോട്ടാണ്. പിന്നെ അവിടുന്ന് വീണ്ടും ഇറക്കമാണ്. ഇപ്പോൾ ഇറക്കത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫോറസ്റ്റ് ആണെങ്കിലും ഇടയ്ക്കൂടെയൊക്കെ കൃഷികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. റബ്ബർ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ആ വല സൈഡിൽ കാണുന്നതൊക്കെ റബ്ബർ മരങ്ങളാണ്. കുറച്ചൊക്കെ ജനവാസം ഉണ്ട്. മുകളിലൊരു ചർച്ച് കാണാം. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം റബ്ബറാണ്. നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ ഒരു കോൺക്രീറ്റ് റോഡായിരുന്നേ. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ ടാർ ചെയ്ത റൂട്ടിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈക്ക് റൈഡേഴ്സാണ് കേട്ടോ ഇപ്പോൾ അങ്ങോട്ട് പോയത്. ഒരു ഗ്യാങ്ങായിട്ടാണ്. അപ്പം നമ്മൾ അവിടെ നിന്നൊരു 10 കിലോമീറ്ററോളം, അതായത് താഴെ ആ കണ്ട പോയിന്റിൽ നിന്നൊരു 10 കിലോമീറ്ററോളം വന്നപ്പം ചെറിയൊരു തോട്, അവിടെ ഒരു കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് നമ്മളവിടെ വണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ ഇവരെല്ലാം പാൻറ്റ് മടക്കി കയറ്റി വെച്ചേക്കുന്നത്. ഇവിടെ ഈ അട്ടശല്യം ഉണ്ട് കേട്ടോ, മറ്റേ, അതുകൊണ്ടാണ് എല്ലാവരും പാൻറ്റൊക്കെ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ആയാലും ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അതിനൊക്കെ വേണ്ടി നിർത്തുന്നൊരു സ്പോട്ടായത്. അധികം വെള്ളമൊന്നുമില്ല, ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനൊന്നുമില്ല. അധികം ആഴമുള്ള സ്ഥലമൊന്നുമല്ല. നമ്മളവിടെ ഒന്ന് ഇറങ്ങി നോക്കി സൈഡിൽ. പിന്നെ ഒരുപാട് മഴയൊക്കെ ഉള്ള സമയത്ത് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പം മലവെള്ളമൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അപകടം ആ സമയത്ത് പ്രശ്നമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. അല്ല, മേളിൽ ആ വണ്ടി കിടക്കുന്ന അത് റൂട്ടിൽ നിന്ന് ഇച്ചിരി താഴത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു വ്യൂ ഉള്ളത്. ഇതവിടെ നമ്മൾ കുറച്ചും കൂടി ഒരു ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. ഒരു പഴയ പാലം കണ്ടു ഇവിടെ. പക്ഷെ ഇതെങ്ങോട്ടുള്ള വഴിയാണെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ ഒരു കൈവരിയൊക്കെ ഒടിഞ്ഞ് താഴെ പോയിട്ടുണ്ട്. അങ്ങോട്ടുള്ള വഴി ടാർ ചെയ്തിട്ടില്ല, മണ്ണിട്ട വഴിയാണ്. പഴയ കാലത്തെ വല്ല റൂട്ടായിരുന്നു എന്നറിയില്ല. കണ്ടോ, ഇവിടെ ആൾക്കാർ കുളിക്കാൻ നിൽക്കുന്നുണ്ടോ. ഇവിടെ മുകളിൽ വെച്ച് നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ആഴമുള്ള സ്ഥലമാണ്. മേളിലും ആൾക്കാർ കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞ കൈവരി ഒടിഞ്ഞ് കിടക്കുമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നോക്കി ആ വഴി എന്തെങ്കിലും റിസോർട്ടിലേക്ക് വല്ലതും ഉള്ളതാണോന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പം അതിൻ്റെ ലക്ഷണമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 25 കിലോമീറ്റർ ഫോറസ്റ്റാന്ന് പറഞ്ഞില്ലേ, ഏകദേശം ഒരു പകുതി ദൂരമൊക്കെ എത്തുമ്പോൾ ഉള്ള കാഴ്ച കേട്ടോ ഇത്. നമ്മളിതുവരെ വന്യമൃഗങ്ങളെയൊന്നും കണ്ടില്ല. കുരങ്ങന്മാരെ കണ്ടു, അല്ലാതെ വേറെ ആനേനെയൊന്നും കണ്ടില്ല.
അവിടെ നമ്മൾ മുമ്പിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ ടൗൺ പോലുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പം മാമലക്കണ്ടത്തിൻ്റെ ആ ഒരു ആർച്ച് കടന്നാട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് സ്കൂള്. ഇപ്പോൾ എല്ലാവരും റീൽസിലൊക്കെ ഇടുന്ന ആ ഒരു ഷോട്ടിൻ്റെ സ്ഥലമാട്ടോ ഇത്. ഇവിടെ ജീപ്പ് സർവീസുണ്ട്, അതിൻ്റെ വണ്ടികളാണ് കിടക്കുന്നത് മൊത്തം. പിന്നെ ടൂറിസ്റ്റുകൾ വന്ന വണ്ടികൾ കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ JCB ഉണ്ടോ ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് ജീപ്പിലും കൂടി വന്ന് ഇവർക്ക് കുറേ സ്പോട്ടുകൾ അറിയാം. അപ്പോൾ എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സ്ഥലങ്ങൾ, ഈ സ്കൂളും ഒക്കെ കാണാൻ വേണ്ടി വന്നതാണ്. കൂടുതൽ വ്യൂ പോയിൻറ്റുകളൊക്കെ പോകണമെങ്കിൽ നമ്മൾ ആ ജീപ്പിൽ പോയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു വെള്ളച്ചാട്ടം. ഇവിടുത്തെ കടകൾ കാണിച്ചു തരാവേ. എല്ലായിടത്തും ഉള്ളപോലെ നമ്മൾ മുമ്പൊരിക്കൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ 2-3 കടകളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ സൈഡ് ഫുള്ള് കടകളായി. പിന്നെ അങ്ങ് കുറച്ച് മുമ്പിലായിട്ട് പുതിയ കടകൾ വന്നിട്ടുണ്ട്. ഈ നേരെ കിടക്കുന്ന റൂട്ട് ആനക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കും കണ്ടുള്ള റൂട്ടാട്ടോ. പക്ഷെ അതിലെ കടത്തി വിടത്തില്ല. ആനക്കുളം എന്ന് വെച്ചാൽ മറ്റേ ആനകൾ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്പോട്ടുണ്ട് മാങ്കുളത്ത്. അങ്ങോട്ടേക്കുള്ള റൂട്ടാണ് അത്. ഇതാണ് നമ്മൾ ചുറ്റുമതിലിൻ്റെ അവിടെ വന്നിട്ട് നോക്കുമ്പോഴുള്ള സ്കൂളിൻ്റെ വ്യൂ ആട്ടോ ഇത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ വെള്ളച്ചാട്ടവും മലയും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളതിൻ്റെ ചുറ്റുമതിലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം JCB പണി നടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് ഈ വർഷം തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചതിൻ്റെയൊക്കെ നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കോതമംഗലം താലൂക്കിലാട്ടോ ഈ സ്ഥലം. നമ്മളിപ്പം പാലം കടന്ന് ഇടുക്കി ജില്ലയിലോട്ടാണ് കയറിയതെങ്കിലും പിന്നീട് ഇടത്തോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ വീണ്ടും എറണാകുളം ജില്ലയിലോട്ട് തന്നെ വരും. ഇപ്പോൾ കോതമംഗലം താലൂക്കിലാണ് ഈ സ്കൂളും പരിസരമൊക്കെ സ്ഥിതി ചെയ്യണത്. ഇവിടെ വരുന്നവരെല്ലാം ഈ ഗേറ്റിൻ്റെ ഫ്രണ്ട് നിന്നിട്ടാട്ടോ ഫോട്ടോ എടുക്കുന്നത്. ഇപ്പോൾ പുതിയ ഫണ്ട് അനുവദിച്ച് പുതിയ കെട്ടിടം പണിയുന്ന സ്പോട്ടായത്. നമ്മുടെ പഴയ സ്കൂളിൻ്റെ കുറച്ചും കൂടി താഴത്തോട്ട് മാറി. നമ്മൾ കയറി വന്നപ്പോൾ കണ്ടൊരു പാലം കേട്ടോ. നമ്മൾ ആ മേളിൽ വെച്ച് ആളുകൾ കുളിക്കുന്നതൊക്കെ കണ്ടില്ലേ, ആ ഒരു പുഴ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു തോട്. ഇവിടെ വരുമ്പോൾ ഇച്ചിരി വീതിയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു കാഴ്ചയാണ്. ഇവിടെ ചെറിയൊരു ചെക്ക് ഡാം പോലെ പണിതിട്ടുണ്ട്, ഇത് കണ്ടോ. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വെള്ളം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. മേളിലൊന്നും അധികം വെള്ളമില്ല, മുട്ടപ്പം വെള്ളമേ ഉള്ളൂ. ഇവിടെ ഈ ചെക്ക് ഡാം പോലെ പണിതേക്കുന്നതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വീതിയുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നേരെ ഈ പുഴ ഒഴുകുന്ന സൈഡിലേക്കുള്ള ഒരു റോഡുണ്ട്. ആ റോഡാണ് നമുക്ക് കുട്ടമ്പുഴ സൈഡിലേക്കുള്ള റോഡാണ്. ഇത് നമ്മൾ ആ കടയിൽ സംസാരിച്ചപ്പോൾ ഈ ബാക്കിൽ സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വെള്ളച്ചാട്ടമില്ല, അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് ജനവാസ മേഖലയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ പോകുന്നതാണ്. ഇവിടെ മണ്ണിട്ട വഴിയാട്ടോ. ഇവിടെ സൈഡിൽ കവുങ്ങ് കൃഷി, ഇവിടെയൊക്കെ അത്യാവശ്യം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. കവുങ്ങ് കൃഷി, കാപ്പി, അതൊക്കെ കാണാൻ പറ്റും നമുക്ക്. നമ്മൾ ആ സ്പോട്ടിലെത്തി കേട്ടോ. അവിടെ നിന്നിട്ടുള്ള സ്കൂളിൻ്റെ വ്യൂ ഇപ്പോൾ കാണിച്ചത്.
ഇതൊരു ചെറിയ റിസോർട്ടാണെന്ന് തോന്നുന്നു. അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. എന്നാലും ഇവിടുന്നും കുറച്ച് പോകാനുണ്ട് കേട്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട്. നമ്മളധികം അങ്ങ് പോയില്ല, പാറയൊക്കെ തെന്നി കിടക്കുന്നതുകൊണ്ടേ. പിന്നെ നമ്മൾ അവിടുന്ന് റിട്ടേൺ വന്നു കഴിഞ്ഞപ്പം നമ്മൾ മാമലക്കണ്ടത്തിന് പോയ ആ റൂട്ടിൽ നിന്ന് തിരിഞ്ഞു പോയ റോഡില്ലേ, അവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് ആ വെള്ളച്ചാട്ടം കൂടി ഒന്ന് കണ്ടിട്ട് പോകുന്നോർത്ത് വന്നതാണ്. ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ഇവിടെ വെള്ളം കൂടുതലുള്ളത്. അപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് അതും കൂടി കണ്ടിട്ട് പോകുന്നോർത്ത് തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മഴ പെയ്യുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നേ. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ താഴത്തേക്ക് ഒഴുകുമ്പോൾ ഉള്ള വ്യൂ ആയത്. സ്റ്റെപ്പ് പോലെ അവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതവിടെ നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റ് സംവിധാനത്തിനൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആട്ടോ അത്. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളേ. നമുക്ക് അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു സ്ഥലമായിട്ട് കാണാം.